സുരഭി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു ക്രീം ചീസ് കുനാഫയാണ്. അപ്പോൾ ഈ കുനാഫ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഈ കുനാഫ തയ്യാറാക്കുന്നത് സേമിയ ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് സേമിയക്ക് പകരം കുനാഫ ഡോ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വളരെ തിന്നായിട്ടുള്ള സേമിയാണ്. ഇതിനി പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാൻ കഴിയും. ഞാൻ ഇത് പൊടിച്ചെടുത്ത് കാണിച്ചു തരാം. അങ്ങനെ ഇവിടെ സേമിയ കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇടിരിക്കട്ടെ. നമുക്കൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഈ ബട്ടറിൻ്റെ അളവ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമ്മളിത് മെൽറ്റ് ചെയ്യുന്നത് നമ്മുടെ സേമിയ ഒന്ന് നനച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിന് പകരം ഗീ ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഞാനിത് സേമിയയിലേക്ക് ചേർക്കുകയാണ്. നമുക്ക് കുറേശ്ശായിട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ അങ്ങനെ സേമിയയും ബട്ടറും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇവിടെ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാലാണ് ഒഴിക്കുന്നത്, 1 കപ്പ് പാല്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതിന് ഒന്ന് ചൂടാകാൻ വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ആക്കിയെടുക്കാം. നിർത്താതെ ഇളക്കണം. ഇവിടെ ഇതാ പാല് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി അടുത്തത് എടുത്തിരിക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഇവിടെ ഇതൊരു 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ, രണ്ടും ഞാൻ 3 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി മിക്സ് ചെയ്യാം. ഇവിടെ ഇപ്പോഴും ഫ്ലെയിം ഓൺ തന്നെയാണുള്ളത്. ഇത് ചേർക്കുന്ന സമയത്ത് ഞാൻ ലോ ഫ്ലെയിമിലാണ് ആക്കിയത്. എന്നിട്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു തിക്ക് രൂപത്തിലാകുമ്പോൾ നമ്മൾക്കിത് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇവിടെ ഇതെല്ലാം നന്നായിട്ട് മിക്സായി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ, അതായത് ഈ ഉറ്റി വീഴുന്ന ഒരു പാകത്തിലാണ് ഞാൻ ഇത് ഓഫാക്കി വാങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഇത് ഓഫാക്കി വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് കുനാഫ ബേക്ക് ചെയ്യുന്ന ബൗളിംഗ് എടുക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കുനാഫ ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ബേക്ക് ചെയ്യുന്ന ആ പാത്രത്തിൽ കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സേമിയയും ബട്ടറൊക്കെ മിക്സ് ചെയ്ത് വെച്ചില്ല, അത് ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. മുഴുവനായി ഇടരുത്, കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് സൈഡ് ചെറുതായിട്ടൊന്ന് പൊക്കി വെക്കാനാണ്. ഇവിടെ ഇതാ സേമിയ സൈഡിലൊക്കെ ചേർത്ത് ആ വട്ടത്തിലൊന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിൽ മൊസറല്ല ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം മൊസറല്ല ചീസ് ചേർത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ക്രീം ചീസും ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയെടുത്ത ആ ക്രീം ചീസ് മുഴുവനായും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ സൈഡിലൊക്കെ സേമിയ വെച്ച് പൊക്കിയതുകൊണ്ട് ഇതങ്ങ് ഒലിച്ച് പുറത്തേക്ക് പോകത്തില്ല, അതിനുള്ളിൽ തന്നെ നിന്നോളും. ഇനി നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ആ സേമിയ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് മുഴുവനായി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ബാക്കിയുള്ള സേമിയ കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ കുനാഫ ഇതാ ബേക്ക് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഓവനിൽ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കിംഗ് റേഞ്ച് ഓവനിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവൻ 180 ഡിഗ്രിയിൽ ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ട്രേ വെച്ചതിന് ശേഷം പിന്നെ 15 മിനിറ്റാണ് കുക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന സമയം. അങ്ങനെ ഇതാ നമ്മുടെ കുനാഫ റെഡിയായി പുറത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ട്രേയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇവിടെ അങ്ങനെ ഇതാ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് കുനാഫ മാറ്റുകയാണ്. ട്രേ മാറ്റിയതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ കൂടി ഒന്ന് നീക്കി കൊടുക്കാം. അപ്പോൾ ഇതാ കുനാഫ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കാൻ നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഇതാ ഒരു ചെറിയ സോസ് പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ലെമൺ ജ്യൂസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് കുങ്കുമപ്പൂ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് കുങ്കുമപ്പൂ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാൻ പോവുകയാണ്. ഇനി ഇത് ചൂടോടുകൂടി നമുക്ക് കുനാഫയുടെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കാതെ കുറേശ്ശായിട്ട് ഈ കുനാഫ ഫുൾ കവറാകുന്ന തരത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഷുഗർ സിറപ്പ് ഒന്ന് എത്തിക്കുക. അപ്പോൾ നമ്മുടെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ക്രീം ചീസ് കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ സേമിയ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ക്രീം ചീസ് കുനാഫ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. ഇനിയും ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്